വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന നടപടികളിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ആളുകളെ ഒഴിവാക്കിയ നടപടിയിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ കമ്മീഷൻ ബാധ്യസ്ഥരാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കമ്മീഷന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചത്. 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം 6.5 കോടിയോളം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയുടെ കരട് രേഖയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിൽ ഉത്തർപ്രദേശിൽ മാത്രം 3 കോടിയിലധികം പേർക്ക് തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. പൗരന്മാരുടെ വോട്ടവകാശം എന്ന മൗലികാവകാശത്തെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു നടപടി വേണ്ടത്ര ഗൗരവത്തോടെയല്ല കമ്മീഷൻ കൈകാര്യം ചെയ്തതെന്ന് കോടതി കുറ്റപ്പെടുത്തി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കാരണമായി കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ജനങ്ങളുടെ കുടിയേറ്റം അഥവാ മൈഗ്രേഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ കോടതിയിൽ വാദം നടന്നപ്പോൾ അനധികൃത കുടിയേറ്റം തടയാനാണ് ഈ നടപടിയെന്ന് കമ്മീഷൻ നിലപാട് മാറ്റി. രാജ്യത്തിനകത്തുള്ള കുടിയേറ്റം പൗരന്റെ അവകാശമാണെന്നും അത് നിയമവിരുദ്ധമല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വിജ്ഞാപനത്തിൽ പറയാത്ത കാരണങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുന്നത് നടപടികളുടെ സുതാര്യതയെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർമാർ ഹാജരാക്കേണ്ട തിരിച്ചറിയൽ രേഖകളുടെ പട്ടികയിലും കമ്മീഷൻ മാറ്റം വരുത്തിയിരുന്നു. ഇക്കാര്യം കോടതി പരിഗണനയിലെടുത്തു. ഹാജരാക്കേണ്ട തിരിച്ചറിയൽ രേഖകളുടെ എണ്ണം 6 നിന്ന് 11 ഉയർത്തിയ കമ്മീഷൻ സാധാരണക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്ന ആധാർ കാർഡിനെ വോട്ടർമാരെ തിരിച്ചറിയാനുള്ള പട്ടികയിൽ നിന്ന് ആദ്യം ഒഴിവാക്കിയിരുന്നു. രാജ്യത്തെ ഒട്ടുമിക്ക സേവനങ്ങൾക്കും ഉപയോഗിക്കുന്ന ആധാർ കാർഡിനെ വോട്ടർ പട്ടിക പരിശോധനയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് കമ്മീഷൻ വിശദീകരിക്കേണ്ടി വരും. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ ചില സാങ്കേതിക പിഴവുകൾ കമ്മീഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരേ വ്യക്തിക്ക് 200-ലധികം മക്കൾ എന്ന് രേഖപ്പെടുത്തിയതും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രായവ്യത്യാസത്തിലെ പൊരുത്തക്കേടുകളും കമ്മീഷൻ ഉദാഹരണമായി നിർത്തി. എന്നാൽ ഇത്തരം സാങ്കേതിക തകരാറുകൾ സോഫ്റ്റ്വെയർ പിഴവുകൾ കൊണ്ടാകാമെന്നും അതിന്റെ പേരിൽ യഥാർത്ഥ വോട്ടർമാരെ സംശയിക്കുന്നത് ശരിയല്ലെന്നും കോടതി പറഞ്ഞു. 15 വയസ്സ് പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ മകനല്ലെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നും രാജ്യത്തെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാവൂ എന്നും കോടതി നിർദ്ദേശിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകിയപ്പോൾ അവർക്ക് പരാതി ബോധിപ്പിക്കാൻ പ്രായോഗികമായ തടസ്സങ്ങളുണ്ടെന്ന കാര്യവും കോടതി ഗൗരവമായി എടുത്തു. പശ്ചിമ ബംഗാളിൽ 1.5 കോടിയോളം ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചപ്പോൾ പരാതി കേൾക്കാൻ ആകെ 500 കേന്ദ്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ വോട്ടർമാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സുപ്രീം കോടതി ചില നിർണായക ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക ഗ്രാമപഞ്ചായത്തുകളിലും വാർഡ് ഓഫീസുകളിലും നിർബന്ധമായും പ്രദർശിപ്പിക്കണം. ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാനുള്ള കാലാവധി 10 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി. കൂടാതെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളും അഡ്മിറ്റ് കാർഡുകളും പൗരത്വം തെളിയിക്കാനുള്ള രേഖകളായി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ നിയമപരമായിരിക്കുക മാത്രമല്ല, അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ സുതാര്യമായിരിക്കണമെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. SAR നടപടികൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളുമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം കോടതിയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിലയ്ക്ക് SAR നടപടികൾ നിർത്തലാക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം ഉണ്ടായേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്.